വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനെ നമ്മുടെ ഇടയിൽ പാർത്തു. ഈ വചനത്തിന്റെ ശക്തി വെളിപ്പെടുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശിലൂടെയാ, ക്രൂശീകരണത്തിലൂടെയാ. ക്രൂശീകരണം മാത്രമല്ല, അത് സാത്താനെ തകർത്തു. എന്നിട്ടോ ആമേൻ കർത്താവ് ആമേൻ കല്ലറയുടെ ഉള്ളിലേക്ക് പോയി. പക്ഷേ ആമേൻ ഒരു കാര്യം, ആമേൻ റോമൻ ഗവൺമെന്റ് തെറ്റിപ്പോയി. അവർ ചിന്തിച്ചു, ആമേൻ ഈ കല്ലറയ്ക്ക് ഉള്ളിൽ ആമേൻ യേശുക്രിസ്തുവിനെ ഒതുക്കിക്കളഞ്ഞാൽ ഇനി ഇവൻ പുറത്തു വരത്തില്ല, ഇനി ഇവൻ മിണ്ടത്തില്ലെന്ന്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആമേൻ ചങ്ങലകൾ ആമേൻ കവാടത്തെ പൂട്ടി ആമേൻ റോമൻ ഇംപീരിയൽ മുദ്ര കൊണ്ട് മുദ്രണം ചെയ്തു, അത് പതിപ്പിച്ചു, സീൽ ചെയ്തു. ആമേൻ ഇനി അവൻ പുറത്തു വരരുത്. പിന്നെയും അവർക്കൊരു സംശയം, ഇതെങ്ങാനും പൊട്ടിച്ചുകൊണ്ട് പുറത്തു വന്നാലോ, രണ്ട് പടയാളികളോടെ കാവൽ എടുക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് അവരുടെ കാവൽ നിർത്തുവാൻ തുടങ്ങി. പക്ഷേ അവർക്ക് തെറ്റിപ്പോയി. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്തോ, എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയായി വെളിപ്പെടുന്നു. നോക്കുക, റോമൻ ഇംപീരിയൽ മുദ്രയും പൊട്ടിച്ചുകൊണ്ട് മൂന്നാം നാൾ ഹേ മരണമേ നിന്റെ ജയം എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് അവൻ പുറത്തു വരുവാനിടയായി തീർന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുക. കരങ്ങളെ തൊട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അതെ, ഇന്ന് രാത്രി ആമേൻ ക്രൂശിന്റെ വചനം ആമേൻ ശക്തമായി നിന്റെ ഉള്ളറകളിലേക്ക് ചലിക്കുമ്പോൾ ആമേൻ റോമൻ ഇംപീരിയൽ മുദ്ര പോലെ പതിപ്പിച്ചു വച്ചിരിക്കുന്ന ചില പൈശാചിക ബന്ധനങ്ങൾ, മുദ്രകൾ പൊട്ടിച്ചുകൊണ്ട് അവൻ പരിശുദ്ധാത്മാവിനെ പുറത്തെടുക്കുവാൻ ആമേൻ പോകുകയാ. ആമേൻ ആമേൻ ഹല്ലേലൂയ. ആഭിചാരം നിന്നെ അമർത്തിയെന്ന് വരാ, പാരമ്പര്യം നിന്നെ അമർത്തിയെന്ന് വരാ, എന്നാൽ രക്ഷിക്കപ്പെടുവാൻ നീ തീരുമാനമെടുക്കുക. ദൈവശക്തി ഉള്ളറകളിലേക്ക് ചലിച്ച് നിന്നെ പുറത്തെടുക്കുവാൻ പോകുകയാ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിനക്ക് പുറത്തു വരുവാൻ ആഗ്രഹമുണ്ടോ? പുറത്തു വരുവാൻ ആഗ്രഹമുണ്ടോ? അമർന്നിരിക്കുന്ന ജീവിതമേ, പലരാൾ നിന്ദിക്കപ്പെട്ട് പരിഹസിക്കപ്പെട്ട് ഉള്ളറകളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ജീവിതമേ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ തൂത് വിളിച്ച് പറയട്ടെ, ആരൊക്കെ നിന്നെ ഒതുക്കിയാലോ, ആരൊക്കെ നിന്നെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് ഇനി നീ പുറത്ത് വരരുത് എന്ന് പറഞ്ഞ് ഒരു മുദ്ര കൂടെ വച്ചിട്ട് ആമേൻ ഹല്ലേലൂയ മാറി നിന്നാലും ശരി, നീ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് തീരുമാനമെടുക്കുക, കർത്താവേ ഞാൻ സ്വീകരിക്കുന്നത് ക്രൂശിന്റെ വചനമാ. അതാവാ യേശുവിനെയാ. ക്രൂശിന്റെ വചനം യേശു ക്രിസ്തുവാ. യേശു